ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു വിറയൽ അനുഭവപ്പെടും. എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ മുൻകൂർ അറിയിക്കുന്നുണ്ടാകും. ആ തോന്നൽ തെറ്റല്ല. ആ അനുഭവം വെറുതെ അല്ല. കാരണം ഈ നിമിഷം, ഈ നേരം, ആകാശത്ത് നടക്കുന്ന ഗ്രഹചലനങ്ങൾ വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തെ മൊത്തം തലകീഴ് മറിക്കാൻ പോകുന്നു. ഇത് ആരോ പറഞ്ഞ ഒരു കഥ അല്ല. ഇത് നക്ഷത്രങ്ങൾ തന്നെ എഴുതിയ ഒരു യാഥാർത്ഥ്യമാണ്. വൃശ്ചിക രാശിക്കാരെ, നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികം അല്ല. ദൈവം നിങ്ങളെ ഈ നിമിഷം ഇവിടെ കൊണ്ടുവന്നത് ഒരു കാരണം ഉണ്ട്. അടുത്ത 15 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അധ്യായം തുറക്കാൻ പോകുന്നു. ചില കാര്യങ്ങൾ അടഞ്ഞു പോകും. ചില കാര്യങ്ങൾ പൊടുന്നനെ തുറന്നു വരും. ചിലർക്ക് കരച്ചിൽ വരും. ചിലർക്ക് ആ കരച്ചിൽ ഒടുവിൽ ചിരിയായി മാറും. ഈ 15 ദിവസം ശ്രദ്ധിക്കണം. ഓരോ നിമിഷവും ശ്രദ്ധിക്കണം. കാരണം ഈ കാലഘട്ടം വൃശ്ചിക രാശിക്കാർക്ക് ഒരു ജീവിതകാലം കൊണ്ടൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവസരം കൊണ്ടുവരുന്നു. ആകാശത്ത് ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു അത്ഭുതകരമായ നിലയിൽ ആണ് നിൽക്കുന്നത്. ഗുരു ഭഗവാൻ തന്റെ ഗതി മാറ്റി നിങ്ങളുടെ ഭാഗ്യഭവനത്തെ നോക്കി ഒരു ദൃഷ്ടി ചൊരിയുകയാണ്. ശനി ഭഗവാൻ ആണോ? അദ്ദേഹം ഒരു ഗുരുതരമായ ശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? എന്ത് അർഹിക്കുന്നു? ഏതൊക്കെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ ഒരുക്കമാണ് എന്ന് ശനി ഭഗവാൻ ഇപ്പോൾ നോക്കുകയാണ്. ആ ശോധനയിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. നിങ്ങൾ ആ ശോധന ജയിക്കും. കാരണം വൃശ്ചിക രാശി ഒരിക്കലും തോൽക്കാൻ ജനിച്ചതല്ല. രാഹു ഇപ്പോൾ ഒരു ഭൂകമ്പം പോലെ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ചിലത് പൊടുന്നനെ ഉണ്ടാകും. ചിലത് പൊടുന്നനെ ഇല്ലാതെ ആകും. ഈ മാറ്റങ്ങൾ പേടിക്കേണ്ടതില്ല. ഈ മാറ്റങ്ങൾ ഓരോന്നും ഒരു ഉദ്ദേശ്യത്തോടെ ആണ് വരുന്നത്. കേതു ഭഗവാൻ ആണോ? അദ്ദേഹം നിങ്ങളുടെ ആഴത്തിൽ ഉള്ള ആത്മീയ ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു വഴികാട്ടൽ അനുഭവപ്പെടുന്നുണ്ടോ? അത് കേതുവിന്റെ ശക്തിയാണ്. ആ ശക്തിയെ വിശ്വസിക്കൂ. ഗ്രഹദിശ മാറ്റങ്ങൾ ഇപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ഏറ്റവും ആഴത്തിൽ അനുഭവപ്പെടും. ഗ്രഹസഞ്ചാരം ഒരു ഭൂകമ്പം പോലെ, ഒരു വൻ തിരമാല പോലെ, ഒരു ആകാശ ഇടിമിന്നൽ പോലെ ഈ കാലഘട്ടം വരുന്നു. ഇത്രയും ശക്തമായ ഒരു ഗ്രഹനില ഒരുപക്ഷേ 150 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു അപൂർവ ദൈവീക ക്രമീകരണം ആണ്. അതേ, ഇത്ര അപൂർവം, ഇത്ര ശക്തം, ഇത്ര നിർണായകം. നിങ്ങൾ ഭാഗ്യം ചെയ്തവർ ആണ്. കാരണം ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ദൈവീക ഘട്ടം നിങ്ങൾ അനുഭവിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ ഒരു നിമിഷം ഉണ്ടാകും. ആ നിമിഷം ഒന്നുകിൽ നിങ്ങളെ ഉയർത്തും, അല്ലെങ്കിൽ നിങ്ങളെ ആഴങ്ങളിൽ കൊണ്ടിടും. ആ നിമിഷം ഇതാ ഇപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നു. ഈ അടുത്ത 15 ദിവസം, ഈ ഒരു ഘട്ടം, ഈ ഒരു നേരം നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി പുതിയ ഒരു ദിശയിൽ തിരിക്കാൻ ശക്തിയുള്ളതാണ്. ഇതിൽ ഉള്ള ഓരോ അക്ഷരവും ശ്രദ്ധിക്കൂ. ഓരോ വാക്കും ഉള്ളിൽ ഇറക്കൂ. ഇനി നമ്മൾ ഈ കാലഘട്ടത്തിൽ ആദ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ കാര്യം പറയണം. ഈ അടുത്ത 7 ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ആദ്യഘട്ടം നിങ്ങളുടെ ജോലി ജീവിതത്തിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കും. ഒന്നുകിൽ ദീർഘകാലമായി കാത്തിരുന്ന ഒരു അവസരം പൊടുന്നനെ വന്നെത്തും. അല്ലെങ്കിൽ ഇതുവരെ ഉറപ്പെന്ന് കരുതിയ ഒരു കാര്യം ഒരു ചെറിയ വഴിത്തിരിവ് നേരിടും. ഇത് കേൾക്കുമ്പോൾ ഭയക്കരുത്. കാരണം ഈ വഴിത്തിരിവ് ഒരു നഷ്ടം അല്ല. ഇത് ദൈവം നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പുതിയ വഴിയാണ്. ഒരു ജോലി പോകുമ്പോൾ ഒരു നല്ല ജോലി വരും. ഒരു വഴി അടയുമ്പോൾ ഒരു വലിയ വഴി തുറക്കും. ഈ 7 ദിവസം ജോലിയിൽ ഉള്ള ഓരോ കാര്യവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൂ. ആരെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കൂ. സ്ഥിരോത്സാഹം കൈവിടരുത്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും. ഞാൻ ഇത് ശരിയായി ചെയ്യുകയാണോ? ഇതാണോ ശരിയായ വഴി? ഈ ചോദ്യം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ഈ ചോദ്യം ഗ്രഹദിശ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുന്ന ഒരു ദൈവീക ചിന്ത ആണ്. ഉത്തരം ഉള്ളിൽ ഉണ്ട്. ആ ഉത്തരം കേൾക്കൂ. ഗുരു ഭഗവാൻ നൽകുന്ന ജ്ഞാനം ഉള്ളിൽ ഉള്ളതാണ്. ആ ജ്ഞാനത്തെ വിശ്വസിക്കൂ. ഇനി 2ാം ഘട്ടം. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ഗഹനമായ ഒരു വൈകാരിക നിമിഷം ഉണ്ടാകും. ദീർഘകാലമായി മനസ്സിൽ ഉള്ള ഒരു വേദന പൊടുന്നനെ ഒരു വാക്കായി പുറത്തുവരും. ദീർഘകാലമായി മൗനം പാലിച്ചിരുന്ന ഒരു ബന്ധത്തിൽ ഒരു തുറന്ന സംഭാഷണം ഉണ്ടാകും. ഇത് ഒരു വഴക്ക് ആകാം. ഇത് ഒരു ആലിംഗനം ആകാം. ഇത് ഒരു കണ്ണുനീർ ആകാം. ഇത് ഒരു ചിരി ആകാം. ഏതായാലും ഈ നിമിഷം ഒരു ശുദ്ധിയാണ്. ഈ നിമിഷം ഒരു ഉപചാരമാണ്. ഈ നിമിഷം കഴിഞ്ഞാൽ ഒരു ഭാരം ഇറങ്ങിപ്പോകും. ദീർഘകാലമായി ഒരാളോട് മനസ്സിൽ വെച്ചിരുന്ന ഒരു വിഷമമുണ്ടോ? ദീർഘകാലമായി ഒരു ബന്ധം ശരി ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ അടുത്ത 7 ദിവസങ്ങൾ ആ കാര്യം ശരിയാകാൻ ഒരു ദൈവീക അവസരമാണ്. ഈ നേരം ഉപയോഗിക്കൂ. അഹങ്കാരം മാറ്റിവെക്കൂ. ആദ്യം ഒരു വാക്ക് പറയൂ. ആ ഒരു വാക്ക് ഒരു ജീവിതം ഒന്നിപ്പിക്കും. ഗ്രഹദിശ ഇപ്പോൾ ആ ഒരു വാക്കിനായി ഒരുക്കിയ നേരമാണ് ഇത്. ഇനി 3ാം ഘട്ടം. ഈ അടുത്ത 7 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകും. ഇത് ഒരു സ്വപ്നം ആകാം. ഇത് ഒരു അത്ഭുതകരമായ ഒരു കൂടിക്കാഴ്ച ആകാം. ഇത് ഒരു ക്ഷേത്ര ദർശനം ആകാം. ഇത് ഒരു ആത്മബോധം ആകാം. ഏതായാലും ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം തെളിക്കും.
ഒരു ദൈവം ഉണ്ടെന്ന, ഒരു ശക്തി ഉണ്ടെന്ന, ഒരു കൈ നിങ്ങളെ കൊണ്ടു നടക്കുന്നുണ്ടെന്ന ഒരു ആഴത്തിലുള്ള ഉണർവ്. ഈ ഉണർവ് ഒരു തുടക്കമാണ്, ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. ഈ ഉണർവ് ഉണ്ടാകുമ്പോൾ ചോദ്യം ചോദിക്കരുത്, അനുഭവിക്കൂ, ഉള്ളിൽ ഇറക്കൂ. ഇനി നമ്മൾ ഉദ്യോഗം, ജോലി, ബിസിനസ്, ധനം, ഇവ ഓരോന്നും ഈ ഘട്ടത്തിൽ എങ്ങനെ ഉണ്ടാകും എന്ന ആഴത്തിൽ നോക്കാം. ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു ദൈവദൂതൻ പോലെ വൃശ്ചിക രാശിക്കാരുടെ ജോലി മേഖലയെ നോക്കുന്നത്. ദീർഘകാലമായി കഷ്ടപ്പെടുന്ന ചിലർക്ക് ഈ ഘട്ടത്തിൽ ഒരു ആശ്വാസം ലഭിക്കും, ഒരു അംഗീകാരം ലഭിക്കും, ഒരു നല്ല വാർത്ത ലഭിക്കും. ദൂരെ ആരോ, ഒരു ഉദ്യോഗസ്ഥൻ ആരോ, ഒരു ഉന്നതൻ ആരോ നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കുകയാണ്. ആ ശ്രദ്ധ ഈ ഘട്ടത്തിൽ ഒരു ഫലമായി കിട്ടും. ആ ഫലം ചില്ലറ ആയിരിക്കില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഘട്ടം ഒരു വഴിത്തിരിവാണ്. ദീർഘകാലമായി ഒരു ബിസിനസ് ആശയം ഉള്ളിൽ ഉണ്ടോ? ദീർഘകാലമായി ഒരു കച്ചവടം ആരംഭിക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഈ ഘട്ടം ആ ആഗ്രഹം ഒരു ചെറിയ ചുവട് വെക്കാൻ ദൈവം കൊടുക്കുന്ന ഒരു സൂചന ആണ്. ഒരു ചെറിയ ചുവടേ മതി, ഒരു ചെറിയ തീരുമാനമേ മതി. ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ചുവട് ഭാവിയിൽ ഒരു വലിയ വൃക്ഷം ആകും. ഈ നേരത്ത് ഭയക്കരുത്, ഈ നേരത്ത് ധൈര്യം കൈവിടരുത്. ധനം, പണം, ഈ ഘട്ടത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ഒരു ഇരട്ടി അനുഭവം ഉണ്ടാകും. ഒരു ഭാഗത്ത് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ധനാഗമം ഉണ്ടാകും. ഒരു പഴയ കടം ഒരാൾ തിരിച്ചു തരും. ഒരു ആദായം ഒരു ഉദ്ദേശിക്കാത്ത ഉറവിടത്തിൽ നിന്ന് ലഭിക്കും. ഒരു ചെറിയ ഭാഗ്യം ഒരു ദൈവ അനുഗ്രഹം പോലെ വരും. ഇത് ഒരു ദൈവദക്ഷിണ ആണ്. ഇത് ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടിന് കൊടുക്കുന്ന ഒരു ഉത്തരമാണ്. എന്നാൽ ഒരു ഭാഗത്ത് ഒരു ചെലവ് ഉണ്ടാകും, ഒരു ആവശ്യം ഉണ്ടാകും, ഒരു ബാധ്യത ഉണ്ടാകും. ഇതും ആ ദൈവ ചിദംബര രഹസ്യത്തിന്റെ ഭാഗമാണ്. ഇങ്ങു ലഭിക്കുന്നത് അവിടെ ചെലവഴിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടാകും. ഇതിൽ ആകുലപ്പെടേണ്ടതില്ല. ഈ ഘട്ടത്തിൽ ഒരു ദൈവക്രമമുണ്ട്. ആ ക്രമത്തെ വിശ്വസിക്കൂ, ആ ക്രമത്തെ ബഹുമാനിക്കൂ. പ്രണയം, ദാമ്പത്യം, ഹൃദയബന്ധങ്ങൾ, ഈ ഘട്ടത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ഒരു ആഴത്തിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. ദീർഘകാലമായി ഒരു പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നവർ ഉണ്ടോ? ഈ ഘട്ടം ആ ഒളിപ്പിച്ചത് പ്രകടിപ്പിക്കാൻ ഒരു ദൈവ അനുവാദമാണ്. ആ മനസ്സ് അറിയിക്കൂ, ആ ഹൃദയം തുറക്കൂ. ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഹൃദയബന്ധം ദൈർഘ്യമുള്ളതും ആഴം ഉള്ളതും ആകും. ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഊഷ്മളത ഉണ്ടാകും. ദീർഘകാലമായി ഭർത്താവ് ഭാര്യ ബന്ധത്തിൽ ഒരു ദൂരം അനുഭവിക്കുന്നവർ ഉണ്ടോ? ഈ ഘട്ടം ആ ദൂരം കുറക്കും. ഒരു ഒത്തൊരുമ ഉണ്ടാകും, ഒരു ആഹ്ലാദ നിമിഷം ഉണ്ടാകും, ഒരു ഒരുമ ഉണ്ടാകും. ഈ ഒരുമ ഈ ഘട്ടത്തിന്റെ ഒരു ഉപഹാരമാണ്, ദൈവം നൽകുന്ന ഒരു ഉപഹാരം. ഒറ്റ ജീവിതം നയിക്കുന്നവർക്ക്, ഇനിയും വിവാഹം ആകാത്തവർക്ക് ഈ ഘട്ടത്തിൽ ഒരു ദൈവദൂതൻ ഒരു ആൾ ആകെ മാറ്റുന്ന ഒരു കൂടിക്കാഴ്ച ഒരുക്കുകയാണ്. ഒരു ഉദ്ദേശിക്കാത്ത ഒരു ഇടത്ത്, ഒരു ഉദ്ദേശിക്കാത്ത ഒരു നേരത്ത്, ഒരു ഉദ്ദേശിക്കാത്ത ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആൾ ആകും. ഈ കൂടിക്കാഴ്ചയെ ഒഴിവാക്കരുത്. ഈ ആളെ ശ്രദ്ധിക്കൂ. കുടുംബ ജീവിതത്തിൽ ഈ ഘട്ടം ഒരു നിർണായക ഘട്ടമാണ്. വൃശ്ചിക രാശിക്കാർ കുടുംബത്തിൽ എപ്പോഴും ഒരു ബലിഷ്ഠ സ്തംഭം പോലെയാണ്. ഓരോരുത്തരുടെയും ഭാരം ചുമക്കുന്നത് നിങ്ങൾ ആണ്. ഓരോരുത്തരുടെയും കണ്ണുനീർ തുടക്കുന്നത് നിങ്ങൾ ആണ്. ഓരോരുത്തരുടെയും ദുഃഖം ഉള്ളിൽ വഹിക്കുന്നത് നിങ്ങൾ ആണ്. ഈ ഘട്ടത്തിൽ ആ ചുമടിന് ഒരു ആശ്വാസം ഉണ്ടാകും. ദൂരെയുള്ള ഒരു കുടുംബ അംഗം തിരിച്ചുവരും. ഒരു കുടുംബ സന്തോഷം ഉണ്ടാകും. ഒരു ഒരുമ ഉണ്ടാകും. ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാകും. ഈ ആശ്വാസം ദൈവം നൽകുന്ന ഒരു ഉപഹാരമാണ്. ഇത് ഹൃദയം നിറഞ്ഞ് അനുഭവിക്കൂ. എന്നാൽ ഒരു ചെറിയ ജാഗ്രത വേണം. കുടുംബത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒരു ചെറിയ തർക്കം ഉണ്ടാകാം. ആ നിമിഷം ക്ഷമ കൈവിടരുത്. ആ നിമിഷം ഒരു ദീർഘശ്വാസം എടുക്കൂ. ഒരു ചെറിയ ക്ഷമ ഒരു വലിയ ബന്ധം കാക്കും. ഒരു ചെറിയ ക്ഷമ ഒരു ജീവിതകാലം നൽകുന്ന ഒരു ബന്ധം രക്ഷിക്കും. ഈ ഘട്ടത്തിൽ ക്ഷമ ഒരു ആയുധമാണ്. ആ ആയുധം ഉപേക്ഷിക്കരുത്. ആരോഗ്യം ഈ ഘട്ടത്തിൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖല ആണ്. ഗ്രഹദിശ മാറ്റം ശരീരത്തിൽ ഒരു ചെറിയ ക്ഷീണം, ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. ഇത് ഭയക്കേണ്ടതില്ല. ഇത് ഗ്രഹദിശ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ തരംഗമാണ്. ഈ ഘട്ടത്തിൽ ആഹാരം ശ്രദ്ധിക്കൂ, ഉറക്കം ശ്രദ്ധിക്കൂ, ജലം ധാരാളം കഴിക്കൂ, പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കൂ. ഒരു ക്ഷേത്ര ദർശനം ആരോഗ്യത്തിനും മനസ്സിനും ഒരു ദൈവ ഔഷധമാണ്. ഈ ഘട്ടത്തിൽ ക്ഷേത്ര ദർശനം നടത്തൂ. ദൈവപ്രസാദം ഏൽക്കൂ. മനസ്സിന്റെ ആരോഗ്യം ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ഒന്നാണ്. ഗ്രഹദിശ മാറ്റമുള്ളിൽ ഒരു ചെറിയ ഉദ്വേഗം ഉണ്ടാക്കും. ഒരു ചെറിയ ആകുലത ഉണ്ടാകും. ചിലർക്ക് ഉറക്കം ശരിയായി ഉണ്ടാകില്ല. ചിലർക്ക് ഉള്ളിൽ ഒരു ഭാരം അനുഭവപ്പെടും. ഈ ഭാരം ഉണ്ടാകുമ്പോൾ ദൈവനാമം ജപിക്കൂ. ഒരു ഒഴിഞ്ഞ ഇടത്ത് ഇരുന്ന് ശ്വാസം ശ്രദ്ധിക്കൂ. ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ട്. ആ പ്രകാശം ഒഴിഞ്ഞ ഒരു ഇടത്ത് ഇരുന്ന് ദൈവനാമം ഉരുവിടുമ്പോൾ തെളിഞ്ഞു വരും. വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഘട്ടം വൃശ്ചിക രാശി വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക ഊർജം നൽകുന്നു. ദീർഘകാലമായി ഒരു പഠനം, ഒരു പരീക്ഷ, ഒരു ഫലം, ഒരു അനുവാദം കാത്തിരിക്കുന്നവർ ഉണ്ടോ? ഈ ഘട്ടം ആ കാത്തിരിപ്പിന് ഒരു ഉത്തരം ലഭിക്കാൻ ദൈവം ഒരുക്കിയ ഒരു നേരമാണ്. ഒരു നല്ല വാർത്ത ഉടൻ ഉണ്ടാകും. ഒരു ഫലം ഉടൻ ഉണ്ടാകും.
ഒരു അനുവാദം ഉടൻ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ പഠനത്തിൽ ഒരു ഇരട്ടി ശ്രദ്ധ ആവശ്യമാണ്. ഒരു ചെറിയ ശ്രമം ഒരു വലിയ ഫലം ഉണ്ടാക്കും. വിദേശ അവസരങ്ങൾ ഈ ഘട്ടത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ഒരു ദൈവദൂതൻ പോലെ ഒരു അവസരം ഒരുക്കുകയാണ്. ദീർഘകാലമായി വിദേശം പോകണം എന്ന ആഗ്രഹം ഉള്ളവർ ഉണ്ടോ? ദീർഘകാലമായി വിദേശ ജോലി ആഗ്രഹം ഉള്ളവർ ഉണ്ടോ? ഈ ഘട്ടം ആ ആഗ്രഹം ഒരു ചെറിയ ആദ്യ ചുവട് ഒരുക്കുകയാണ്. ഒരു അവസരം ഒരു ഉദ്ദേശിക്കാത്ത ഒരു ദിശയിൽ നിന്ന് വരും. ആ അവസരം ഒഴിവാക്കരുത്. ആ ആൾ, ആ ദൂതൻ, ആ ഒരു ശൃംഖല ദൈവം അയക്കുന്നതാണ്. ആ ശൃംഖല ഉപേക്ഷിക്കരുത്. ഇനി ഒളിഞ്ഞ ശത്രുക്കൾ, ഒളിഞ്ഞ അപകടങ്ങൾ, ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ചും ഒരു ജാഗ്രത ആവശ്യമാണ്. രാഹു ഭഗവാൻ ഈ ഘട്ടത്തിൽ ചില ഒളിഞ്ഞ ശത്രുക്കളെ ഉണർത്തിയേക്കാം. ചില ആൾ നിങ്ങളുടെ ഉയർച്ച കണ്ടുള്ളിൽ അസ്വസ്ഥ ആകും. ചില ആൾ നിങ്ങളെക്കുറിച്ച് അനാവശ്യ ആരോപണം ഉണ്ടാക്കിയേക്കാം. ഈ ആൾക്കാരെ ഭയക്കരുത്. ഈ ആൾക്കാരോട് വഴക്ക് ഉണ്ടാക്കരുത്. ഈ ആൾക്കാർക്ക് ദൈവം ഉത്തരം കൊടുക്കും. നിങ്ങൾ ദൈവശക്തിയിൽ ആശ്രയിക്കൂ. ദൈവം നിങ്ങൾക്ക് ഒരു കവചമാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കണം. ആരോടും ഒരു രഹസ്യം പങ്കുവെക്കരുത്. ഒരു ആഗ്രഹം ഒരു ആൾ ചോദിച്ചാൽ പോലും ഉള്ളിൽ ഇരിക്കട്ടെ. ഒരു പദ്ധതി, ഒരു ബിസിനസ് ആശയം, ഒരു ഉദ്ദേശ്യം ആർക്കെങ്കിലും പറഞ്ഞ് ദ്രോഹം ഉണ്ടാക്കരുത്. ഈ ഘട്ടത്തിൽ മൗനം ഒരു ശക്തിയാണ്. ആ ശക്തി ഉപയോഗിക്കൂ. ഫലം ഉണ്ടായ ശേഷം ലോകത്തോട് പറഞ്ഞ് ആഘോഷിക്കൂ. അതുവരെ ഉള്ളിൽ ഇരിക്കട്ടെ. ആത്മീയ ഉണർവ് ഈ ഘട്ടത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ഒരു ദൈവദാനമാണ്. കേതു ഭഗവാൻ ഇപ്പോൾ ഒരു ആത്മഗുരു പോലെ ഉള്ളിൽ ഇരുന്ന് നിങ്ങളെ ഒരു ഉന്നത ചിന്തയിലേക്ക്, ഒരു ദൈവഭക്തിയിലേക്ക്, ഒരു ആത്മബോധത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഈ ഘട്ടത്തിൽ ദൈവഭജനം, ദൈവചിന്ത, ദൈവനാമജപം ഇവ ഒരു ഇരട്ടി ഫലം ഉണ്ടാക്കും. ഈ ഘട്ടത്തിൽ ഒരു ക്ഷേത്ര ദർശനം ഉള്ളിൽ ഒരു ദൈവ ഊർജം നിറക്കും. ഈ ദൈവ ഊർജം ജീവിതത്തിൽ ഒരു ദൈവ കൈപിടിക്കും. ഈ ഘട്ടത്തിൽ ഉള്ള ദൈവ ഉപാസന ഏറ്റവും ഫലപ്രദമാണ്. ഭഗവതി ക്ഷേത്ര ദർശനം ഈ ഘട്ടത്തിൽ ഏറ്റവും ഉത്തമം. ശിവക്ഷേത്ര ദർശനം ഈ ഘട്ടത്തിൽ ഒരു ദൈവകൃപ ആകർഷിക്കും. ഒരു ദീപം കത്തിക്കൂ. ഒരു ദൈവനാമം ഉരുവിടൂ. ഒരു ദൈവ പ്രാർത്ഥന ഉള്ളിൽ ഒരു ദൈവദർശനം ഉണ്ടാക്കും. ആ ദൈവദർശനം ഈ ഘട്ടത്തിൽ ഒരു ദൈവ കൈയാകും. ഇനി ഈ ഘട്ടത്തിൽ ഉള്ള ഉപചാരങ്ങൾ, ദൈവ ഉപദേശങ്ങൾ, ഇവ ഒന്നായി ഉള്ളിൽ ഇറക്കൂ. 1. ഈ അടുത്ത 15 ദിവസം ഒരു ചെറിയ ദൈവദർശനം ഒഴിവാക്കരുത്. ഏതൊരു ദൈവദർശനവും ഈ ഘട്ടത്തിൽ ഒരു ദൈവകൃപ ആകർഷിക്കും. ഈ ഘട്ടത്തിൽ ദൈവദർശനം ഒരു ദൈവ ഔഷധമാണ്. ദൈവദർശനം ഒഴിവാക്കരുത്. 2. ഈ ഘട്ടത്തിൽ ഭക്ഷണം ഒരാൾക്ക് ദാനം ചെയ്യൂ. ഒരു ദരിദ്രൻ ഭക്ഷണം ദാനം ചെയ്യൂ. ഒരു അർഹർക്ക് ഭക്ഷണം ദാനം ചെയ്യൂ. ആ ദാനം ദൈവം ഒരു ഇരട്ടിയാക്കി തിരിച്ചു തരും. ആ ദാനം ഒരു ദൈവ ആഗ്രഹമാണ്. 3. ഈ ഘട്ടത്തിൽ ഒരു ദൈവദ്രോഹം ചെയ്യരുത്. ആരെയും ഉദ്ദേശ്യപൂർവ്വം ദ്രോഹിക്കരുത്. ആരോടും കള്ളം പറയരുത്. ഈ ഘട്ടത്തിൽ ഒരു ദൈവദ്രോഹം ഒരു ദൈവശിക്ഷ ആകും. ദൈവദ്രോഹം ഒഴിവാക്കൂ. ആ ഒഴിവാക്കൽ ഒരു ദൈവരക്ഷ ആകും. 4. ഈ ഘട്ടത്തിൽ ഒരു ദൈവഭജനം ദിനം 1 ഉരുവിടൂ. ദൈവഭജനം ഒരു ദൈവകൃപാണ്. ദൈവഭജനം ഒരു ദൈവ ഊർജമാണ്. ദൈവഭജനം ഒരു ദൈവരക്ഷ ആണ്. ദൈവഭജനം ഒഴിവാക്കരുത്. ഈ ഘട്ടത്തിൽ ഒരു ദൈവദർശനം, ഒരു ദൈവഭജനം, ഒരു ദൈവദാനം, ഇവ മൂന്നും ഒന്നിച്ചു ഒരു ദൈവ ഊർജം ഉണ്ടാക്കും. ഈ ഊർജം ജീവിതത്തിൽ ഒരു ദൈവ ഭൂകമ്പം ഉണ്ടാക്കും. ഒരു ദൈവ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഒരു ദൈവ ഉണർവ് ഉണ്ടാകും. ഒരു ദൈവ ഉണർവ് ഉണ്ടാകുമ്പോൾ ഒരു ദൈവദൃഷ്ടി ഉണ്ടാകും. ഒരു ദൈവദൃഷ്ടി ഉണ്ടാകുമ്പോൾ ഒരു ദൈവ ആശ്വാസം ഉണ്ടാകും. ഈ ദൈവ ആശ്വാസം വൃശ്ചിക രാശിക്കാർ ഈ ഘട്ടത്തിൽ ഏറ്റവും അർഹരാണ്. ഇനി ഒരു ഗഹനമായ കാര്യം പറയട്ടെ. ഈ ഘട്ടത്തിൽ ഒരു ദൈവ നേരം ഉണ്ടാകും. ഒരു ഒഴിഞ്ഞ ഒരു നേരം. ഒരു ഉള്ളിൽ ഒരു ദൈവദർശനം ഉണ്ടാകുന്ന ഒരു നേരം. ആ നേരം ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കും. ഒരു ദൈവദൂതൻ ഒരു സ്വപ്നം ആകാം. ഒരു ദൈവദൂതൻ ഒരു ഉണർവ് ആകാം. ഒരു ദൈവദൂതൻ ഒരു ആൾ ആകാം. ഒരു ദൈവദൂതൻ ഒരു ദൈവസൂചന ആകാം. ആ ദൈവദൂതനെ ശ്രദ്ധിക്കൂ. ആ ദൈവദൂതനെ അനുഭവിക്കൂ. ആ ദൈവദൂതൻ ഒരു ദൈവ ഉത്തരമാണ്. ഒരു കാര്യം ഉറപ്പാണ്. ദൈവം ഒരിക്കലും ഒരു ആളെ ഒറ്റയ്ക്ക് വിടില്ല. ദൈവം ഒരിക്കലും ഒരു ആളെ കൈവിടില്ല. ദൈവം ഒരിക്കലും ഒരു ആളെ ഉദ്ദേശ്യം ഇല്ലാതെ ഒരു കഷ്ടത്തിൽ ഇടില്ല. ഓരോ കഷ്ടത്തിലും ഒരു ദൈവ ഉദ്ദേശ്യമുണ്ട്. ഓരോ ദുഃഖത്തിലും ഒരു ദൈവ ആശ്വാസമുണ്ട്. ഓരോ ഇരുളിലും ഒരു ദൈവപ്രകാശമുണ്ട്. ആ പ്രകാശം ഈ ഘട്ടത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ഉദിക്കാൻ ആകുന്നു. ആ ഉദയം ദൈവ ഉദയമാണ്. ആ ഉദയം ഒരു ദൈവ ആഘോഷമാണ്. ഒരു ദൈവ ഉദ്ദേശ്യം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു ദൈവ ഒരുക്കം ഉണ്ട് നിങ്ങൾക്കായി. ഒരു ദൈവ ആഘോഷം ഒരുങ്ങുകയാണ് നിങ്ങൾക്കായി. ഈ ഘട്ടം കഴിഞ്ഞ ശേഷം ഒരു ദൈവ ആഘോഷം ഉണ്ടാകും. ഒരു ദൈവ ആനന്ദം ഉണ്ടാകും. ഒരു ദൈവ ഉത്സവം ഉണ്ടാകും. ആ ഉത്സവം ഉണ്ടാകുന്നവരെ ക്ഷമ കൈവിടരുത്. ആ ഉത്സവം ഉണ്ടാകുന്നവരെ ദൈവഭക്തി കൈവിടരുത്. ആ ഉത്സവം ഉണ്ടാകുന്നവരെ ദൈവവിശ്വാസം കൈവിടരുത്. വൃശ്ചിക രാശിക്കാരെ, നിങ്ങൾ ഒരു ദൈവശക്തിയാണ്. നിങ്ങൾ ഒരു ദൈവ ഊർജമാണ്. നിങ്ങൾ ഒരു ദൈവദൂതനാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു ദൈവ ഉദ്ദേശ്യമാണ്.
ആ ഉദ്ദേശ്യം ഈ ഘട്ടത്തിൽ ഒരു ദൈവ ഉണർവ് ആകുകയാണ്. ആ ഉണർവ് ഉള്ളിൽ ഇറക്കൂ. ആ ഉണർവ് ജീവിതത്തിൽ ഒരു ദൈവ ആഘോഷം ആകട്ടെ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറക്കെ പറയുകയാണ്. ഈ ഘട്ടം ഒരു ദൈവ ഉപഹാരമാണ്. ഈ ഘട്ടം ഒരു ദൈവ ആഘോഷമാണ്. ഈ ഘട്ടം ഒരു ദൈവ ഉണർവാണ്. ഈ ഘട്ടം ഒരു ദൈവദൃഷ്ടിയാണ്. ഈ ഘട്ടം ഒരു ദൈവകൃപയാണ്. ഈ ദൈവകൃപ ഒരു ഇരട്ടിയാക്കണം എങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഒരു ദൈവദർശനം ഈ ഘട്ടത്തിൽ ഒഴിവാക്കരുത്. ഒരു ദൈവഭജനം ഈ ഘട്ടത്തിൽ ഒഴിവാക്കരുത്. ഒരു ദൈവദാനം ഈ ഘട്ടത്തിൽ ഒഴിവാക്കരുത്. ഈ മൂന്നും ചേർന്ന് ഒരു ദൈവ ഊർജം ആകും. ആ ദൈവ ഊർജം ജീവിതം മാറ്റും. ഇനി ഒരു ദൈവ അത്ഭുതം കൂടി. ഈ ഘട്ടത്തിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടോ? ഒരു ദൈവ ആഗ്രഹമുണ്ടോ? ഒരു ദൈവ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദൈവദർശനം ചെയ്ത് ആ ആഗ്രഹം ഉള്ളിൽ ഒരു ദൈവനാമം ഉരുവിട്ട് ദൈവ മുൻപിൽ വെക്കൂ. ദൈവം ആ ആഗ്രഹം കേൾക്കും. ദൈവം ആ ആഗ്രഹം ഒരു ദൈവ ഒരുക്കത്തിൽ ഉൾക്കൊള്ളിക്കും. ദൈവം ആ ആഗ്രഹം ഒരു ദൈവ ഉത്തരമാക്കും. ദൈവം ഒരിക്കലും ഒരു ആളുടെ ദൈവ ആഗ്രഹം ഒഴിവാക്കില്ല. ദൈവം ഒരിക്കലും ഒരു ആളുടെ ദൈവഭക്തി ഫലം ഇല്ലാതെ ഇടില്ല. ദൈവം ഒരിക്കലും ഒരു ആളുടെ ദൈവവിശ്വാസം ഒഴിവാക്കില്ല. വൃശ്ചിക രാശിക്കാരെ, ഈ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം ഒരു ദൈവ ഉദ്ഘോഷം ഉണ്ടാകും. ഒരു ദൈവ ആഘോഷം ഉണ്ടാകും. ഒരു ദൈവ ഉണർവ് ഉണ്ടാകും. ഒരു ദൈവ ആനന്ദം ഉണ്ടാകും. ഒരു ദൈവ ഉത്സവം ഉണ്ടാകും. ആ ഉത്സവം ഉണ്ടാകും. ആ ഉത്സവം ഉണ്ടാകുന്നവരെ ദൈവഭക്തി കൈവിടരുത്. ദൈവവിശ്വാസം കൈവിടരുത്. ദൈവദർശനം ഒഴിവാക്കരുത്. ദൈവഭജൻ ഒഴിവാക്കരുത്. ദൈവദാനം ഒഴിവാക്കരുത്. ഈ ദൈവ ഉണർവ് ഒരു ദൈവഭൂകമ്പം ആകും. ആ ദൈവഭൂകമ്പം ഒരു ദൈവ ഉദ്ഘോഷമാകും. ഈ ദൈവ ഉദ്ഘോഷമുണ്ടാകും. ഉണ്ടാകും. ഉണ്ടാകും. ദൈവം ഒരിക്കലും ഒരു ദൈവഭക്തനെ ഒഴിവാക്കില്ല. ദൈവം ഒരിക്കലും ഒരു ദൈവഭക്തനെ ഒറ്റയ്ക്ക് വിടില്ല. ദൈവം ഒരിക്കലും ഒരു ദൈവഭക്തനെ ദ്രോഹിക്കില്ല. ദൈവം ഒരിക്കലും ഒരു ദൈവഭക്തനെ കൈവിടില്ല. ദൈവം ഒരിക്കലും ഒരു ദൈവഭക്തനെ ഒഴിവാക്കില്ല. ദൈവഭക്തനാകൂ. 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 ദൈവം നിങ്ങൾക്ക് ഒരു ദൈവ ഉത്തരം ആകും. ഇനി അടുത്ത വീഡിയോ കൂടിയുണ്ട്. ആ വീഡിയോ ഒരു ദൈവഭൂകമ്പമാണ്. ആ വീഡിയോ ഒരു ദൈവ ഉദ്ഘോഷമാണ്. ആ വീഡിയോ ഒരു ദൈവ ഉണർവാണ്. ആ വീഡിയോ ഒരു ദൈവ ആഘോഷമാണ്. ആ വീഡിയോ ഒരു ദൈവദൃഷ്ടിയാണ്. ആ വീഡിയോ ഒഴിവാക്കരുത്. ആ വീഡിയോ ഉള്ളിൽ ഇറക്കൂ. ആ വീഡിയോ ജീവിതം മാറ്റും. ദൈവ അനുഗ്രഹം നിങ്ങൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു പോകാതിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ദൈവ ആശംസകൾ.